ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കോഴിക്കറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ വല്ല ഗസ്റ്റോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു കറി റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റെസിപ്പി ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ചിക്കൻ കറി റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തി, പത്തിരി, പൊറോട്ടൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകണ മുന്നായിട്ട് ഞാൻ എന്നും പറയണ പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം മുന്നേ തന്നെ ചിക്കനൊക്കെ മസാലയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് മുന്നേ തന്നെ ചിക്കനായാലും ബീഫായാലൊക്കെ മസാല ആക്കി വെക്കും. അപ്പോൾ 1 കിലോ ചിക്കനാണ് നമ്മൾ കറിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, അധികം എരിവില്ലാത്ത മുളക് പൊടി, അതാണ് 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത്. അതെല്ലാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും. നമ്മൾ മുളക് ചേർക്കുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമുക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മസാലയാക്കി വെച്ചതാണ്. പിന്നെ ഇതിലേക്ക് 2 ഉള്ളിയും 3 തക്കാളിയും പിന്നെ നമുക്ക് എരിവിനുള്ള പച്ചമുളകും കൂടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ചിക്കനും ബീഫൊക്കെ കറി വെക്കുന്ന സമയത്ത് ചില സമയത്തൊക്കെ ഇതുപോലെ കുറച്ച് കട്ടിയിലൊക്കെ തന്നെ അരിഞ്ഞെടുക്കും. എനിക്ക് ഇതുപോലെ കട്ടിയിൽ അരിഞ്ഞെടുത്തിട്ട് കറിയൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ബീഫൊക്കെ നമ്മൾക്ക് കുറച്ച് വേവുള്ളതാകുമ്പോഴും ഇതുപോലെ കുറച്ച് കട്ടിയിൽ തന്നെ അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ വേഗം ആ കറിയിലൊക്കെ ഒന്ന് അരിഞ്ഞ് ചേർന്നിട്ട് അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെ ഒന്ന് വേറായി പോകും. അതുപോലെ ഞാൻ ഈ കറിക്കും വേണ്ടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കുക. പിന്നെ നമുക്കൊന്ന് കറി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ വിറകടുപ്പിലാണ് വെച്ചിട്ടുള്ളത്. തീയൊക്കെ നന്നായിട്ട് കത്തിയിട്ടുണ്ട്. ഇനി ഇതിൽ അടുപ്പത്തേക്കൊരു മണ്ണിൻ്റെ ചട്ടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത് ബീഫും ചിക്കനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉമ്മ വാങ്ങിച്ചിട്ടുള്ള ചട്ടിയാണിത്. അപ്പോൾ ചട്ടിയിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ നമ്മൾ വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ കൂടുതൽ ആവശ്യമുള്ളവർക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ചിലർക്ക് കൂടുതൽ എണ്ണയൊക്കെ വേണ്ട ഒരു കറിയിൽ ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 2 ഇല്ലി കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 3 മുളക്, വറ്റൽമുളകും കൂടി ചേർത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് മൂത്ത് വരുന്ന സമയത്താണ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മല്ലിയിൽ അതൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ കറി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചിട്ട് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഉള്ളി വാടാനുള്ള ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ മസാല ആക്കി വെച്ച സമയത്ത് അതിൽ കുറച്ചൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളി വാടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മസാല ആക്കിയിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ചിക്കൻ വെന്ത് വരുന്ന സമയത്ത് അതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഞാനൊരു 2 കയ്യിൽ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിയായിട്ട് എടുക്കാനുള്ളത് കൊണ്ട് തന്നെ 2 കയ്യിൽ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു 1/2 ഗ്ലാസ് വെള്ളം, അത്ര 1/2 ഗ്ലാസിൻ്റെ താഴെ കണ്ടിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തന്നെ തിളച്ചിട്ട് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. കറിയിൽ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കറി റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള സമയം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ചോറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ടൻ്റെ കൂടെയൊക്കെ വളരെ ബെസ്റ്റാണ് ഈ കറി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയൊരു റെസിപ്പി വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്